വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെജുതങ്കു ആൻഡ് യു വാച്ചിങ് തെജുതങ്കു ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സാധനമാണ് ചെയ്യാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ KFC പോയി കുറേ ഫുഡ് കഴിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് പൈസ ഉള്ള ഫുഡാണ് വാങ്ങുക. പക്ഷേ ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ 150 രൂപക്കാണ് ഒരു ഡേ സർവൈവ് ചെയ്യാൻ പോകണം. ഇതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്, ലഞ്ച് ഇൻക്ലൂഡാണ്, ഡിന്നർ ഇൻക്ലൂഡാണ്. ഇനിയിപ്പോൾ വേറെ സ്നാക്സ് ആണെങ്കിൽ എല്ലാം ഇൻക്ലൂഡാണ്. പക്ഷേ 150ൻ്റെ ഉള്ളിലേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കടയിൽ തന്നെ വീണ്ടും പോകരുത്. കാരണം വില കുറവുള്ള ഒരു കട കണ്ടുപിടിച്ച് നമ്മൾ ചിലപ്പോൾ അതിൽ തന്നെ പോകും. അങ്ങനെയും പോകരുത്, അത്രക്കും ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും എനിക്കൊരു ചലഞ്ചാണ്. കാരണം ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാൻ KFCയിലാണ് പോവില്ല. അപ്പോൾ 150 രൂപ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും നോക്കാം. ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ 11 ആണ് ടൈം ഏകദേശം. അപ്പോൾ നമുക്ക് എവിടെയാണോ ഫുഡ് കിട്ടുക വില കുറവില്ലെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് പോയിട്ട് നോക്കാം. അങ്ങനെ നമുക്ക് ഇന്ന് ഫുൾ ഡേ സർവൈവ് ചെയ്യണം. സോ ഗായ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സോഷ്യൽ കിച്ചണിലാണ് വന്നത്. കാരണം ഇവിടെ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ് എൻ്റെ നിഗമനം. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 11:41 ആയി. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി ചോദിച്ചിട്ട് സംഭവം എന്ന് നോക്കാം. പക്ഷെ നമുക്ക് വളരെ വില കുറഞ്ഞ സാധനം മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. കമ്മോ, ഇവിടെ കുറച്ച് തിരക്കുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് ചോദിക്കാം. ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ട്? കാരാബാത്ത്, കേസരി ബാത്ത്, സ്നാക്സ്, ജ്യൂസ്, ഷേക്ക്. കേസരി ബാത്ത് എന്ന് വെച്ചാൽ സ്വീറ്റ് ആയിരിക്കും. റവ കേസരി. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും? ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിന് എത്രയാണ് കേസരി ബാത്ത്? 20. ഗൈസ്, 20 രൂപക്ക് ഒരു സാധനം ഉണ്ട്. അത് നമുക്ക് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അപ്പം അതെടുക്കാം. ഒരു കേസരി ബാത്ത്. കേസരി ആ 20. 20 റുപ്പീസേ ഉള്ളൂ. മതി. കാരണം അരിച്ചൊക്കെ വേറെ എന്തെങ്കിലും വേണം. വേറെ ഇതെല്ലാം 50 രൂപൻ്റെ അടുത്തുണ്ട്. ഇതൊന്നൊക്കെ വേണ്ടെങ്കിൽ ഇനി ഇന്ന് പട്ടിണി കിടക്കണം. അതിന് അതിൻ്റെ 200 രൂപ ഞാൻ കൊടുത്തു. ഇനി അത് 180 കിട്ടും. നമ്മൾ 1 നോട്ട് കൊടുത്ത് നമ്മൾ 5 നോട്ട് തിരിച്ചു വാങ്ങി. അതാണ് നമ്മുടെ ബ്രില്യൻസി. ഗൈസ്, കുറേ ഉണ്ട്. 20 രൂപ പണ്ട് കാര്യമില്ല, കുറേ ഉണ്ട്. ഈ കേസരി ബാത്ത് എന്താണെന്ന് ഞാൻ അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ 20 രൂപയെന്ന് കേട്ടപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം അതിനകത്ത് പോയി. അതുകൊണ്ട് മാത്രമേ അത് ഓർഡർ ആക്കിയത്. എൻ്റെ ടേസ്റ്റ് പോലും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് കഴിക്കണം. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഗൈസ്, ഞാൻ ആകെ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പത്തിന് എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു 20 രൂപ മതി ആക്ച്വലി സർവൈവ് ചെയ്യാൻ. ഈ സാധനം നമുക്ക് പാക്ക് ചെയ്ത് ഉച്ചക്കോ രാത്രിക്കോ ഒക്കെ എനിക്കിത് വയറ് തികയും. പക്ഷേ എനിക്കിത് കളയാനും തോന്നുന്നില്ല, എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. പക്ഷെ പാക്ക് ചെയ്താൽ ഞാനത് പിന്നീട് കഴിക്കുമെന്നും എനിക്കറിയില്ല. കാരണം എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് വിശപ്പില്ല. എനിക്ക് ശരിക്കും ഒരു 10 രൂപ മതി സർവൈവ് ചെയ്യാൻ. പിന്നെ ഐസിന് പൈസ ഇല്ല, അതുകൊണ്ട് അത് വാങ്ങണ്ട. വെറുതെ ഫ്രീ ആയി കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ മിക്കവാറും ഇത് പാക്ക് ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് 4 മണിക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നത്. ഞാൻ നിൽക്കുന്നത് KFCൻ്റെ മുമ്പിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 130 രൂപയ്ക്ക് ഞാൻ KFCയിൽ എന്ത് ചെയ്യാനാണെന്ന്. നമ്മളൊരു റെഗുലർ ഫ്രൈസും റെഗുലർ പെപ്സിയും കൂടെ കോംബോ ആയിട്ട് വാങ്ങിയാൽ 99 റുപ്പീസേ ആവുള്ളൂ. അതാണ് എൻ്റെ ലഞ്ച്. കാരണം എനിക്കൊരു പുറത്ത് വന്നെങ്കിൽ KFC ഇല്ലാണ്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കുറേ ഐസും കൂടെ വാങ്ങും. അപ്പോൾ എൻ്റെ വയറ് ഫുള്ളാവും. ഇത് ഭയങ്കര അൺഹെൽത്തിയാണ്. പക്ഷേ ഇത് നമ്മുടെ ചലഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് KFC പോയിട്ട് 99 രൂപക്ക് ഈ സാധനം വാങ്ങാം. അപ്പോൾ ബാക്കി എൻ്റെ 30 രൂപ ഉണ്ടാവും. പിന്നെ ഡിന്നർ എനിക്ക് അത്ര മതി. ഗൈസ്, ഞാൻ പോയിട്ട് ഫ്രൈസും പെപ്സിയും റെഗുലർ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് 104 രൂപ. ആ ടാക്സ് കൂടെ കൂടുമ്പോൾ 5 രൂപ കൂടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിനി ബാക്കി ആകെ 26 രൂപയേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് രാത്രി നമുക്ക് പൊറോട്ട കഴിക്കാം. അപ്പോൾ 2 വാങ്ങിച്ചാലും
അതിൻ്റെ ഉള്ളിലായിരിക്കും. പിന്നെ ഫ്രീ കറി വെച്ച് നമുക്ക് മുക്കി കഴിക്കാം, ആഡംബരം വേണ്ട. അപ്പം എനിക്ക് ഫ്രൈസും പെപ്സിയും പിന്നെ ഐസും ആണ് പറയുന്നത്. നമ്മുടെ ക്യാമറാമാൻ ഒരു ബർഗർ ഓർഡർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിപ്പോൾ വരും. അപ്പോൾ നമുക്ക് കഴിക്കാം. എനിക്ക് കുറച്ച് വിശപ്പുണ്ട്, കാരണം നമ്മൾ കുറച്ച് ഓടി. അതിൽ രണ്ടിലും തീരുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഐസ് എക്സ്ട്രാ വാങ്ങാം. അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് എത്ര ഗ്ലാസ് വെച്ചാൽ അവർ തരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിൽ ആകെ സ്പെൻഡായ പൈസ എന്ന് പറയുന്നത് രാവിലെ ഉപ്പുമാവിൻ്റെ 20 രൂപ. ആ ഉപ്പുമാവിൻ്റെ ബാക്കി ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ KFC പോയപ്പോഴാണ് എക്സ്പെൻസീവ് ആയത്, 99 റുപ്പീസ് അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ചേർക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 124 എൻ്റെ നിന്ന് പോയി. ബാക്കി എൻ്റെ കയ്യിൽ 26 രൂപയാണുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് 27 രൂപയ്ക്ക് എനിക്ക് ഒരു പൊറോട്ട കഴിച്ച് എൻ്റെ വയറ് നിറയും. അപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് 10 രൂപ, അല്ലെങ്കിൽ ഒരു 12 രൂപ, അല്ലെങ്കിൽ 15 രൂപേൻ്റെ താഴെ. അപ്പോൾ എങ്ങനെ പോയാലും ബാക്കി എൻ്റെ ഒരു 11 രൂപ ഉണ്ടാവും. നമ്മൾ ചില്ലി ചിക്കൻ ക്വാർട്ടറായിട്ട് വാങ്ങുമ്പം അതിനകത്ത് കുറേ പീസ് ഉണ്ടാവുമല്ലോ 100 രൂപക്ക്. പക്ഷെ നമ്മൾ പറയും 2 പീസ് മതി 10 രൂപക്ക്, അല്ലെങ്കിൽ 1 പീസ് മതി 10 രൂപക്ക്. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് പൊറോട്ടയും ആ ഫ്രീ കറി മാത്രം കഴിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ചില്ലി ചിക്കനും കൂടെ കഴിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മൾ ലക്ഷറിയാണ്, നമുക്ക് 26 റുപ്പീസ് ഉണ്ട്. 2 പീസ് അല്ലെങ്കിൽ 1 പീസ് ചിക്കനും ഒരു പൊറോട്ടയ്ക്കുമുള്ള കറക്റ്റ് പൈസ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി 1 പീസായി തരുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ രാത്രി കഴിക്കണം. അപ്പോൾ നമുക്ക് പോയി ഡിന്നർ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് എത്ര രൂപ ബാക്കി ഉണ്ടാവും നോക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് 2 പീസ് ചിക്കൻ തന്നു. പിന്നെ നമുക്ക് ഫ്രീ ഗ്രേവിയുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്കൊന്നും നല്ല വിശപ്പ്. എനിക്കൊന്ന് ഉച്ചക്ക് ഫ്രൈസും പെപ്സിയും മാത്രം കഴിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ എനിക്ക് വേഗം ഒന്ന് തിന്നു തീർക്കണം. പൊറോട്ട അത്യാവശ്യം വലുപ്പമുണ്ട്, അതുകൊണ്ട് വയറ് നിറയും. ഒരു പൊറോട്ട വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഞാൻ വേഗം കഴിക്കട്ടെ. ഗൈസ്, അങ്ങനെ ഞാൻ ഡിന്നറും കഴിച്ചു. ഇപ്പോഴാണ് എനിക്ക് നല്ല സന്തോഷമായത്, കാരണം ഒരു പൊറോട്ട കഴിച്ചു എൻ്റെ വയറ് നല്ലപോലെ നിറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി ഇപ്പോൾ ഉള്ളത് 4 റുപ്പീസാണ്. കാരണം പൊറോട്ടയ്ക്ക് 12 റുപ്പീസ് ആയിരുന്നു, 2 രൂപയുടെ കൂടുതലാണ്. പിന്നെ ചിക്കൻ നമ്മൾ 10 റുപ്പീസ് ആയിരുന്നു കൊടുത്ത്. അങ്ങനെ നമുക്ക് ബാക്കി 4 രൂപ ഉണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താ, എനിക്ക് 146 രൂപക്ക് ഒരു ഡേ സർവൈവ് ചെയ്യാൻ അറിയാം. പിന്നെ ഞാൻ ഉച്ചക്ക് KFC പോയിട്ട് 104 രൂപ അവിടെ തന്നെ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതുപോലെ ഞാൻ കളയാതെ ഞാൻ വല്ലയിടത്തും പോയിട്ട് വല്ല സദ്യ എന്തെങ്കിലും കഴിച്ചാൽ എനിക്കൊരു 50 രൂപ. സദ്യ അല്ല, ഇതുപോലെ എന്തെങ്കിലും കഴിക്കുക, പൊറോട്ട എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എനിക്ക് അതും ഒരു 20 രൂപ 30 രൂപയാവുള്ളൂ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ 20 രൂപ എനിക്ക് 60 രൂപയ്ക്ക് സർവൈവ് ചെയ്യുക. പിന്നെ 150 എനിക്ക് കുറച്ച് ലക്ഷറി ആയതുകൊണ്ടാണ് ഞാൻ KFC പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ എക്സ്ട്രാ പൈസ എടുത്തിട്ടില്ല, ബാലൻസ് നമുക്ക് 4 രൂപയും കിട്ടി. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല, ഇങ്ങനത്തെ ചലഞ്ചസ് ഇനിയും ചെയ്യണോ എന്നൊക്കെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു പെട്ടെന്ന് വരാതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ വായിലെത്തിയതൊന്നും ക്യാമറ. അപ്പോൾ ബൈ.